മുഖ്യമന്ത്രി ചർച്ചകൾ പങ്കെടുക്കില്ലെന്നാണ് ലീഗ് നിലപാടെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. ജനവികാരം കണക്കിലെടുത്താകും മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുക. മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കാൻ യു.ഡി.എഫിന് കീഴ്വഴക്കങ്ങളുണ്ട്. മുഖ്യമന്ത്രി ചർച്ചകൾ ഫലപ്രഖ്യാപിച്ച ശേഷം മതിയെന്നാണ് അഭിപ്രായം. കോൺഗ്രസിലെ ചർച്ചകൾ കാര്യമാക്കുന്നില്ലെന്നും പി.കെ. കുഞ്ഞാലിക്കുട്ടി. വളരെ പോസിറ്റീവാണ്. എല്ലാ ജില്ലകളിലും യു.ഡി.എഫിൻ്റെ സീറ്റുകളിൽ വർധനവ് കാര്യമായി ഉണ്ടാവും എന്നാണ് റിപ്പോർട്ട് ചെയ്തത്. യു.ഡി.എഫിൻ്റെ കീഴ്വഴക്കം അനുസരിച്ച് ഇവിടെ ഘടകകക്ഷികളോടൊക്കെ കോൺഗ്രസ് നേതൃത്വം കൂടിയാലോചന നടത്തിയാണ് തീരുമാനമെടുക്കുക. ഞങ്ങളുടെ അഭിപ്രായം ആ സമയത്ത് പറയേണ്ടതേ ഉള്ളൂ. ഏത് ഘടകകക്ഷിയുടേതായാലും അപ്പം പറയേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ നടക്കുന്ന ചർച്ച എന്ന് പറഞ്ഞാൽ കുറച്ച് ചർച്ച ചെയ്യുന്നതാണ്, കുറച്ച് നിങ്ങൾ ചോദിച്ചുണ്ടാക്കുന്നതാണ്. അതെല്ലാം കൂടിയാണത്. നമുക്കറിയാലോ. ഞങ്ങളതിൽ പങ്കെടുക്കണ്ട എന്നാണ് തീരുമാനം. മികച്ച ഭൂരിപക്ഷത്തോടെ യു.ഡി.എഫ് അധികാരത്തിൽ വരും. ലീഗിന് സീറ്റ് കൂടുമെന്ന കാര്യത്തിൽ ആത്മവിശ്വാസമുണ്ട്. മന്ത്രിസ്ഥാനം ചോദിച്ചു വാങ്ങുന്ന രീതിയില്ലെന്നും ലീഗ് നേതൃയോഗത്തിന് ശേഷം പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. വിവരങ്ങളുമായി സരീഷ് പി.കെ. ആണ് ചേരുന്നത്. സരീഷ്, ഈ കോൺഗ്രസിന്റെ എന്തായാലും ചർച്ചകളൊന്നും കാര്യമാക്കുന്നില്ല എന്നാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുമായി അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനം ആർക്ക് എന്നതുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ കോൺഗ്രസിനുള്ളിൽ നടക്കുന്നതിനിടയിലാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുന്നത്. നിലവിലെ ചർച്ചയിൽ പങ്കെടുക്കേണ്ടതില്ല, അതുമായി ബന്ധപ്പെട്ട യാതൊരു നിലപാടമോ അല്ലെങ്കിൽ പ്രതികരണമോ നടത്തേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇന്ന് ചേർന്ന മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന നേതൃയോഗത്തിൻ്റെ തീരുമാനമായി അവർ പറയുന്നത്. കാരണം ചർച്ചകൾ നടക്കും, അത് കോൺഫിഡൻസിൻ്റെ ഭാഗമായി നടക്കുന്നതാണ്. എന്നാൽ അതിലൊരു ഓവർ കോൺഫിഡൻസ് തങ്ങൾക്കില്ല. സാധാരണഗതിയിൽ ഒരു കീഴ്വഴക്കം യു.ഡി.എഫിനുണ്ട്. അത് ഭൂരിപക്ഷം ലഭിച്ചാൽ, അത് കോൺഗ്രസിനാണ് ഭൂരിപക്ഷമെങ്കിൽ കോൺഗ്രസ് ഒരു പേര് തീരുമാനിക്കുകയും അത് പിന്നീട് എ.ഐ.സി.സിക്ക് നിർദ്ദേശം നൽകുകയും അതുമായി ബന്ധപ്പെട്ട ഘടകകക്ഷികളുമായൊക്കെ വിളിച്ച് യോഗം നടത്തി ആ പേര് നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ആ സമയത്ത് മാത്രമാണ് ഘടകകക്ഷികൾ തങ്ങളുടെ അഭിപ്രായം പറയുക. ആ സമയം വരട്ടെ എന്നൊരു കാര്യമാണ് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. നിലവിലെ ചർച്ചകൾ ഇപ്പോൾ ആവശ്യമില്ലാത്തതാണ് എന്ന് തള്ളിക്കളയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലൊരു വിമർശനത്തിലേക്കോ മുസ്ലിം ലീഗ് പോകുന്നില്ല. ഇതൊരു കോൺഫിഡൻസിന്റെ ഭാഗമാണ്. അതായത് യു.ഡി.എഫ് വരും എന്ന തികഞ്ഞ വിശ്വാസം, ഭരണത്തിലേക്ക് എത്തും എന്ന തികഞ്ഞ വിശ്വാസം കോൺഗ്രസിനും മുസ്ലിം ലീഗിനും ഉണ്ട് എന്നതിൻ്റെ തുടർച്ച എന്ന രീതിയിലാണ് മുസ്ലിം ലീഗ് ഇത് കാണുന്നത്. അതോടൊപ്പം തന്നെ ജനവികാരം കൂടി കണക്കിലെടുത്തായിരിക്കും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെങ്കിൽ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുക എന്നൊരു കാര്യം കൂടി പറയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായും നയിക്കുന്ന ആളുകൾ, നിലവിലെ നേതൃത്വത്തിൻ്റെ ചുമതലയിലുള്ള ആളുകൾ, ഇവരെല്ലാം കൂടി പരിഗണിച്ച് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊരു കാര്യം കൂടി മുസ്ലിം ലീഗ് പറഞ്ഞു വെക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പല ജില്ലകളിലും ഒരു തൂത്തുവാരലിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് താഴെത്തട്ടിലുള്ള കണക്കെടുപ്പിന് ശേഷം കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എന്നുകൂടി പി.കെ. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അവലോകന യോഗത്തിന് ശേഷമാണ് കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം എന്നുള്ളതും ഏറെ നോക്കിക്കാണേണ്ടതാണ്. കാരണം കഴിഞ്ഞ തവണ ഒരു സംഖ്യയിലേക്ക് 100ലേക്ക് എത്തുമോ അല്ലെങ്കിൽ 100-നപ്പുറത്തേക്ക് പോകുമോ എന്നൊരു സംഖ്യയിലേക്കൊന്നും താൻ പോകുന്നില്ല. ചില ട്രെൻഡുകൾ മണക്കുന്നുണ്ട്, പക്ഷേ അത് എത്രത്തോളം കൃത്യമാണ് എന്ന് പറയാനാകില്ല. എന്തായാലും തികഞ്ഞ വിശ്വാസം യു.ഡി.എഫിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. വലിയ മേൽക്കൈ ഉണ്ടാക്കാനുള്ള സാധ്യതകളുമുണ്ട്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ അലയൊലികൾ ഇത്തവണയും ഉണ്ടാകും എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്കാണ് മുഖ്യമന്ത്രി സ്ഥാനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് ഇപ്പോൾ പോകേണ്ടതില്ല, ഒരു പ്രതികരണത്തിലേക്ക് ഇപ്പോൾ പോകുന്നില്ല, ചോദിക്കുമ്പോൾ മാത്രം അഭിപ്രായങ്ങൾ പറയാം എന്നൊരു രീതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുന്നത്. ശരി സരീഷ്, വ്യക്തമാണ്.